ഹായ്, ഞാൻ ലക്ഷ്മി കൃഷ്ണൻ, ഒരു സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ എന്തൂസിയാസ്റ്റ് ആണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഓപ്പൺ പോസിനെ പറ്റിയിട്ടാണ്. പക്ഷെ അതിനു മുന്നേ എന്നെ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കണ്ടിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനെ പറ്റിയൊന്ന് ആലോചിക്കുക. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഓപ്പൺ പോസ് നമ്മൾ ഒരുവിധം എല്ലാവർക്കും മെയിൻ ആയിട്ട് വരുന്ന ഒരു ഇഷ്യൂ ആണ് ഓപ്പൺ പോസ്. പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കുന്ന എപ്പോഴെന്ന് വെച്ചാൽ കണ്ണാടിയുടെ അണ്ടറിൽ നമ്മൾ നല്ല ക്ലോസ് അപ്പിൽ നമ്മുടെ ഫേസ് നോക്കുമ്പോൾ ഒരുപാട് കുഴികൾ നമ്മുടെ ഫേസിൽ കാണും. ഇതിനാണ് നമ്മൾ ബേസിക്കലി ഓപ്പൺ പോസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഓപ്പൺ പോസിനെ എങ്ങനെ മാറ്റാം, അതിനുവേണ്ടി ഏതൊക്കെ പ്രൊഡക്ട്സ് ആണ് യൂസ് ചെയ്തത്, എന്തുകൊണ്ടാണ് ഓപ്പൺ പോസ് വരുന്നത്, ഓപ്പൺ പോസിന്റെ വലുതാക്കിയും ചെറുതാക്കിയൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. ആദ്യമേ തന്നെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ സ്കിന്നിൽ പോസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മുടെ സ്കിന്നിൽ ശ്വസിക്കാനും അതുപോലെ തന്നെ നമ്മൾക്കൊന്ന് സ്കിന്നിൽ വാട്ടർ വേപ്പേഴ്സ് പോകാനും അത് പിടിച്ചു നിർത്താനും സ്കിന്നിൽ ഇലാസ്റ്റിസിറ്റി മെയിൻ ചെയ്യാനും സ്കിന്നിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന നാച്ചുറൽ ആയിട്ടുള്ള ഓയിൽ, അതായത് സെബേഷ്യസ് ഗ്ലാൻഡിൽ നിന്നുണ്ടാകുന്ന സേബം നമ്മുടെ സ്കിന്നിൽ എത്തിക്കാനും ഒക്കെ പോസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പോസ് നമുക്ക് ഒരിക്കലും ഇല്ലാണ്ടാക്കാൻ പറ്റത്തില്ല. അതിന്റെ അപ്പിയറൻസ് കുറയ്ക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അത് മൈന്യൂട്ടായിട്ട് നമുക്ക് സ്കിന്നിലൊക്കെ പോസ് കാണാൻ പറ്റും. അത് നേക്കഡയിൽ വളരെ വലുതായിട്ട് കാണുമ്പോഴാണ് നമുക്ക് പ്രശ്നമുള്ളതായിട്ട് ഫീൽ ആവുന്നത്. അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രശ്നം എന്തെന്ന് വെച്ചാൽ നമ്മുടെ ഈ കോമ്പിനേഷൻ സ്കിൻകാർ അല്ലെങ്കിൽ ആക്നെ പ്രോൺ സ്കിൻകാർ അല്ലെങ്കിൽ എക്സീവ ഡ്രൈ സ്കിൻ അല്ലെങ്കിൽ ഇറിറ്റേറ്റഡ് സ്കിൻകാരൊക്കെ എന്തെന്ന് വെച്ചാൽ അവർ മിറർ എടുത്ത് ക്ലോസ് അപ്പിൽ നിന്ന് നോക്കും. അപ്പൊ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് പോസ് ഉള്ളതായിട്ട് ഫീൽ ആവും. നമ്മൾ ചിലപ്പോൾ അകന്ന് നിന്ന് നോക്കുമ്പോൾ നമുക്ക് ആ പോസ് അപ്പിയറൻസ് വരാനും തോന്നില്ല. പക്ഷെ നമ്മൾ നല്ല ക്ലോസ് അപ്പിൽ നോക്കുമ്പോൾ ഡെഫിനറ്റ്ലി നമുക്ക് ആ ഒരു പോസിന്റെ അപ്പിയറൻസ് ഉണ്ടാവും. അപ്പോൾ മെയിൻ ആയിട്ട് നമുക്ക് ഈ പോസ് വലുതാവുന്നതിന്റെ റീസൺ എന്തൊക്കെയാന്ന് വെച്ചാൽ നമ്മൾ ഈ പോസിനകത്തോട്ട് ഒരുപാട് അൺവാണ്ടഡ് സബ്സ്റ്റൻസ് വന്നിരിക്കുമ്പോഴാണ്. നമ്മളൊരു ബലൂൺ എക്സാമ്പിൾ ആയിട്ട് പിടിക്കുകയാണെങ്കിൽ നമ്മളൊരു ബലൂൺ നോർമലി ഇരിക്കുമ്പോൾ അത് നോർമൽ സൈസിലായിരിക്കുമല്ലോ, അതിനകത്തോട്ട് വെള്ളമോ എയറോ അതല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും സാധനം ഇടുമ്പോഴായിരിക്കുമല്ലോ അത് വലുതാവുന്നത്. എക്സാക്ട്ലി സെയിം തന്നെയാണ് നമ്മുടെ പോസിലും സംഭവിക്കുന്നത്. പോസിന് സ്വന്തമായിട്ട് വലുതാവാനും ചെറുതാവാനും പറ്റില്ല, അത് എന്തെങ്കിലുമൊക്കെ കയറുമ്പോൾ അത് വലുതായിട്ട് വരുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫസ്റ്റ് ആയിട്ട് മെയിൻ ആയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടും ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിനകത്തോട്ട് അനാവശ്യമായിട്ടുള്ള പ്രൊഡക്ട്സ് ചെല്ലാതിരിക്കുക എന്നുള്ളതാണ്. നമ്മളായിട്ട് കൊടുക്കുന്ന പ്രൊഡക്ട്സ് ചെല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, ഓപ്പൺ പോസുള്ള ആൾക്കാർ വാങ്ങിക്കുന്ന പ്രൊഡക്ട്സ് മാക്സിമം നോൺ കോമിഡോജനിക് ആയിട്ടുള്ളതായിരിക്കും, അല്ലെങ്കിൽ വാട്ടർ ബേസ്ഡ് അല്ലെങ്കിൽ ഓയിൽ ഫ്രീ ആയിട്ടുള്ള പ്രൊഡക്ട്സ് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രശ്നം നമുക്ക് ഒരു പരിധി വരെ ഒഴിവാക്കാൻ പറ്റും. നോൺ കോമിഡോജനിക് എന്താന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ പോസിന് ക്ലോഗ് ആക്കുന്ന, അതായത് അടയ്ക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയാണ് അതിനെയാണ് നമ്മൾ കോമിഡോജനിക് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ അടയ്ക്കാത്ത സാധനങ്ങളാണ് നമ്മൾ നോൺ കോമിഡോജനിക് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ വാങ്ങിക്കുന്ന പ്രൊഡക്ട്സ് നോൺ കോമിഡോജനിക് എന്നോ അതല്ലെങ്കിൽ വാട്ടർ ബേസ്ഡോ അല്ലെങ്കിൽ ഓയിൽ ഫ്രീ ഫോർമുലേഷനോ എഴുതുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ പ്രൊഡക്ട്സ് മാക്സിമം വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ആര് ഓപ്പൺ പോസ് സ്കിന്നിൽ ഒരുപാടുള്ള ആൾക്കാർ ഫസ്റ്റ് എങ്ങനത്തെ പ്രൊഡക്ട്സ് സെലക്ട് ചെയ്യണമെന്ന് മനസ്സിലായല്ലോ. അതല്ലാണ്ട് നോർമൽ ആയിട്ട് കിട്ടുന്ന പ്രൊഡക്ട്സുകൾ മാക്സിമം വാങ്ങിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക, പ്രത്യേകിച്ച് നല്ല തിക്ക് കൺസിസ്റ്റൻസിയിലൊക്കെ ഉള്ള പ്രൊഡക്ട്സ്. കാരണം ഇത് നമ്മുടെ പോസിനെ ക്ലോഗ് ആക്കിയും പോസിന്റെ അപ്പിയറൻസ് വലുതാക്കാനുമുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അടുത്ത രണ്ടാമത് ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് നമ്മുടെ ഫേസിൽ ഒരുപാട് ഓയില് അതല്ലെങ്കിൽ നമ്മൾ പുറത്തുനിന്നുള്ള സാധനങ്ങൾ നമ്മുടെ ഫേസിലോട്ട് വരുമ്പോൾ അത് തടയുക എന്നുള്ളതാണ്. അതിനുവേണ്ടി നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഫേസ് നന്നായിട്ട് ക്ലെൻസ് ചെയ്യുകയാണ് വേണ്ടത്. അത് നമ്മൾ എങ്ങനത്തെ ക്ലെൻസേഴ്സ് യൂസ് ചെയ്യാം, നിങ്ങളുടെ ഓയിലി സ്കിന്നോ അതല്ലെങ്കിൽ കോമ്പിനേഷൻ സ്കിന്നോ എന്തോ ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഓപ്പൺ പോസ് ഉണ്ടെങ്കിൽ ഫസ്റ്റ് നിങ്ങളൊരു ജെന്റിൽ ക്ലെൻസർ ഇൻവെസ്റ്റ് ചെയ്യാൻ എപ്പോഴും പറയും. കാര്യം എന്തെന്ന് വെച്ചാൽ നിങ്ങൾ നല്ല രീതിയിലുള്ള എന്താ പറയുന്നത്, നല്ല ഹാർഷ് ആയിട്ടുള്ള സ്കിന്നിന്റെ പി എച്ച് നന്നായിട്ട് കുറയ്ക്കുന്ന ഫേസ് വാഷുകൾ യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ സ്കിൻ എക്സസീവായിട്ട് ഡ്രൈ ആവും. സ്കിൻ എക്സസീവായിട്ട് ഡ്രൈ ആകുമ്പോൾ നമ്മുടെ പോസിന് അപ്പിയറൻസ് നാച്ചുറലി ഇൻക്രീസ് ആയിട്ട് തോന്നും. ഓൾറെഡി ഓപ്പൺ പോസ് ഉള്ള ആൾക്കാർ സ്കിൻ ഡ്രൈയിങ് ആയിട്ടുള്ള പ്രൊഡക്ട്സ്, എക്സീവ് ഡ്രൈയിങ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഡ്രൈനെസ് ഫീൽ ആവും. അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ യൂസ് ചെയ്യുന്നത് ജെന്റിൽ ആയിട്ടുള്ള ഫേസ് വാഷുകളാണ്. പക്ഷെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓപ്പൺ പോസുകാർക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് സാലിസിലിക് ആസിഡ്. അത് നമ്മുടെ സ്കിന്നിൽ ഡ്രൈനെസ് ഉണ്ടാക്കുന്ന സാധനം. അപ്പൊ എങ്ങനെ നമുക്ക് ആ സാലിസിലിക് ആസിഡ് ഫേസ് വാഷ്, ജെന്റിൽ ആയിട്ടുള്ള ഫേസ് വാഷ് യൂസ് ചെയ്യാം? നിങ്ങൾ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ, മോർണിംഗ് നിങ്ങൾ ജെന്റിൽ ആയിട്ടുള്ള ഫേസ് വാഷ് യൂസ് ചെയ്യാം, നൈറ്റിൽ സാലിസിലിക് ആസിഡ് ഫേസ് വാഷ് യൂസ് ചെയ്യാം. നൈറ്റിൽ സാലിസിലിക് ആസിഡ് ഫേസ് വാഷ് യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്തെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് അത് യൂസ് ചെയ്യുമ്പോൾ എക്സീവായിട്ട് സ്കിൻ ഡ്രൈ ആവുന്നു എന്ന് തോന്നിയാൽ ഓൾട്ടർനേറ്റ് നൈറ്റിൽ യൂസ് ചെയ്താൽ മതി, ഡെയിലി യൂസ് ചെയ്യണം എന്നില്ല. പക്ഷെ എന്തായാലും നമുക്ക് സാലിസിലിക് ആസിഡ് നമ്മുടെ സ്കിൻ കെയറിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓപ്പൺ പോസ് ഉള്ളത്. ഈവൻ അത് നമ്മുടെ സ്കിന്നെ ഡ്രൈ ഔട്ട് ആക്കിയിട്ട് നമ്മുടെ സ്കിന്നെ പോസ് വരുത്തുന്നുവെങ്കിലും വലുതായിട്ട് തോന്നിക്കുന്നുവെങ്കിലും സ്കിന്നിൽ ഓയിൽ നമ്മളത് യൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മുടെ സ്കിന്നിൽ വീണ്ടും ഓയിൽ പ്രൊഡക്ഷൻ കൂടും. അത് കാരണം നമുക്ക് ഓപ്പൺ പോസ് ഡെഫിനറ്റ്ലി ഇൻക്രീസ് ആവും. അപ്പൊ ചെയ്യാനുള്ള എന്തെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഡെയിലി നൈറ്റ് യൂസ് ചെയ്യുമ്പോൾ ഡ്രൈനെസ് ഫീൽ ആവുന്നുണ്ടെങ്കിൽ ഓൾട്ടർനേറ്റ് നൈറ്റിൽ യൂസ് ചെയ്യാം. അല്ലാത്ത ദിവസമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ജെന്റിൽ ക്ലെൻസർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അപ്പിയറൻസ് ഫേസ് വാഷ് വെച്ച് ഒരു പരിധി വരെ കുറയ്ക്കാം. പിന്നെ ഞാൻ യൂസ് ചെയ്യേണ്ട പ്രൊഡക്റ്റ് പറഞ്ഞില്ല, ഇപ്പം നോൺ കോമിഡോജനിക് അതല്ലെങ്കിൽ ഓയിൽ ഫ്രീ അല്ലെങ്കിൽ വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് യൂസ് ചെയ്യുന്നതായിരിക്കും ബെസ്റ്റ്.
ഞാൻ ഫേസ് വാഷ് എങ്ങനെ യൂസ് ചെയ്യണം എന്ന് പറഞ്ഞാൽ എങ്ങനത്തെ ഫേസ് വാഷ് ആണ് യൂസ് ചെയ്യണം എന്നുള്ളതായിരുന്നു നമ്മൾ സംസാരിച്ചത്. ഇനി നമ്മൾ സംസാരിക്കാൻ പോണെന്ന് വെച്ചാൽ എങ്ങനത്തെ വെള്ളമാണ് നമ്മൾ ഫേസ് വാഷ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യേണ്ടതെന്നാണ്. എക്സസീവ് ആയിട്ടുള്ള വാം വാട്ടർ ഒരിക്കലും യൂസ് ചെയ്യുക, അതായത് ഹോട്ട് വാട്ടർ ഒരിക്കലും നമ്മൾ ഫേസ് വാഷ് ചെയ്യാനായിട്ട് പ്രത്യേകിച്ചും ഓപ്പൺ പോസ് ഉള്ള ആൾക്കാർ യൂസ് ചെയ്യാനേ പാടില്ല. കാര്യം എന്തെന്ന് വെച്ചാൽ നല്ല ചൂടുവെള്ളം യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിൻ ഡ്രൈ ആവും. ഡ്രൈ ആകുമ്പോൾ നമ്മുടെ പോസിന്റെ കാരണം നമ്മുടെ സ്കിൻ ഡള്ളാകുമ്പോൾ ഡെഫിനറ്റ്ലി പോസിന്റെ അപ്പിയറൻസ് പുറത്തോട്ട് വരാനായിട്ട് ചാൻസ് കൂടുതലാണ്. അതായത് നമ്മൾ എക്സീവ് ഓയിലി സ്കിൻ ആയാലും എക്സീവ് ആയിട്ടുള്ള ഡ്രൈ സ്കിൻ ആയാലും ഓപ്പൺ പോസ് നമുക്ക് സ്കിൻ നന്നായിട്ട് ഫീൽ ആവും. അപ്പൊ നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് എന്തെന്ന് വെച്ചാൽ ഒന്നുകിൽ ലൂക്ക് വാം വാട്ടർ അതല്ലെങ്കിൽ ടാപ്പ് വാട്ടർ ആണ് ബെസ്റ്റ്. ഇനി ഒരു ഡൗട്ട് വരുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഓപ്പൺ പോസ് ഉള്ളപ്പോൾ കോൾഡ് വാട്ടർ യൂസ് ചെയ്ത്, അതായത് ഐസ് വാട്ടർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പോസിന് അപ്പിയറൻസ് കുറയുമോ എന്നുള്ളതാണ്. ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഐസ് നമ്മുടെ ഫേസിലോട്ട് കൊടുക്കുമ്പോഴത്തേക്ക്, ഐസ് അല്ലെങ്കിൽ കോൾഡ് നമുക്ക് കൊടുക്കുമ്പോഴത്തേക്ക് ബ്ലഡ് വെസൽസ് ഒന്ന് കൺസ്ട്രക്റ്റഡ് ആവുന്നത് കൊണ്ട് നമുക്കുള്ള സ്കിന്ന് മൊത്തത്തിൽ ഒന്ന് കൺസ്ട്രക്റ്റഡ് ആവുന്നത് കൊണ്ടാണ് നമുക്ക് ഓപ്പൺ പോസ് ഫീൽ ആവാതിരിക്കുന്നത്. പക്ഷെ നിങ്ങൾക്ക് എക്സ്ട്രീം ചില ആൾക്കാർക്ക്, പ്രത്യേകിച്ചും എന്നെ പോലെയുള്ള ആൾക്കാർക്ക് കോൾഡ് വാട്ടർ യൂസ് ചെയ്താൽ സ്കിൻ ഡ്രൈ ആവും. അപ്പൊ അത് കാരണം നമ്മുടെ പോസിന് അപ്പിയറൻസ് വളരെ കൂടുതലായിട്ട് വരികയും ചെയ്യും. അപ്പൊ ഈ കോൾഡ് വാട്ടർ എന്നുള്ളത് ഒരു ട്രിക്കി പോർഷൻ. ചില ആൾക്കാർക്ക് അത് വർക്ക് ചെയ്യും, ചില ആൾക്കാർക്ക് അത് വർക്ക് ചെയ്യത്തില്ല. പേഴ്സണലി എനിക്ക് അത് ഒരിക്കലും വർക്ക് ആവത്തുകൊണ്ട് ഞാൻ കോൾഡ് വാട്ടർ അധികം റെക്കമെൻഡ് ചെയ്യാത്ത ആൾ. മാത്രമല്ല അതൊരു ടെമ്പററി സൊല്യൂഷൻ, പെർമനന്റ് ആയിട്ടുള്ള സൊല്യൂഷൻ ഇൻ ദ സെൻസ് ഇപ്പൊ നമ്മൾ സാലിസിലിക് ആസിഡ് യൂസ് ചെയ്താലും ഇൻ ലോങ് ടേമിൽ നമുക്കൊരു ചെറിയ ചേഞ്ചസ് നന്നായിട്ട് മനസ്സിലാവും. പക്ഷെ കോൾഡ് വാട്ടർ യൂസ് ചെയ്താൽ ഇപ്പൊ യൂസ് ചെയ്തു അപ്പൊ തീർന്നു, നമുക്കൊരു ദിവസം 2 ദിവസം ഒരാഴ്ച പോലും അതിന്റെ റിസൾട്ട് നിൽക്കാൻ പോകുന്നില്ല. സാലിസിലിക് ആസിഡ് ഫേസ് വാഷ് നമ്മൾ പ്രോപ്പർ ആയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ നമ്മൾ പ്രോപ്പർ ആയിട്ട് ഓപ്പൺ പോസിന്റെ റൊട്ടീനൊക്കെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ലോങ് റണ്ണിൽ നമുക്ക് ഒരു ചേഞ്ച് സ്കിന്നിൽ മനസ്സിലാവും. പക്ഷെ കോൾഡ് വാട്ടർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ലോങ് റണ്ണിൽ നമുക്ക് ആ റിസൾട്ട് കിട്ടണം എന്നില്ല. നമ്മൾ കണ്ടിന്യൂസ് യൂസ് ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും. മാത്രമല്ല അതൊരു എപ്പോഴും അതൊരു ടെമ്പററി റിസൾട്ട് ആണ്. കാരണം ആ തണുപ്പ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ റിസൾട്ട് അവിടെ പോകും. പക്ഷെ സാലിസിലിക് ആസിഡ് അങ്ങനെയല്ല. അല്ലെങ്കിൽ ജെന്റിലായിട്ടുള്ള ഫേസ് വാഷ് ക്ലെൻസേഴ്സ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ അങ്ങനെയല്ല ഉണ്ടാവുന്നത്. അതിന്റെ എഫക്ട് കുറച്ച് നാളെ കൂടെ നമ്മുടെ സ്കിന്നിൽ അതിന്റെ എഫക്ട് കാണും. സാലിസിലിക് ആസിഡ് ഫേസ് വാഷ് പ്രോപ്പർ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരാള് അത് നിർത്തിയാലും 1-2 ആഴ്ച കഴിഞ്ഞ് നമുക്ക് ചെറുതായിട്ട് റിസൾട്ട് ചേഞ്ച് മനസ്സിലായി തുടങ്ങും. അതായത് വീണ്ടും ഓപ്പൺ പോസ് വരുന്നതായിട്ട് തോന്നുള്ളൂ. പക്ഷെ നമ്മൾ ഐസ് വാട്ടർ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നെക്സ്റ്റ് ഡേ തന്നെ നമുക്ക് ആ ഒരു ഓപ്പൺ പോസ് സ്കിന്നിൽ കാണും. നമ്മൾ ഡെയിലി മോർണിംഗിൽ അല്ലെങ്കിൽ ഓൾട്ടർനേറ്റ് ഡേയ്സ് മോർണിംഗിൽ നമ്മൾ ഡെഫിനറ്റ്ലി കോൾഡ് വാട്ടർ യൂസ് ചെയ്യേണ്ടി വരും. കോൾഡ് വാട്ടർ അഴുക്കാണോ എന്ന് വെച്ചാൽ നമ്മുടെ ഉറക്കക്ഷീണം മാറ്റാനും സ്കിന്നിനെ വാമാക്കാനും ഒക്കെ കോൾഡ് വാട്ടർ 2 മിനിറ്റ് ഒക്കെ ഫേസിൽ അടിക്കുന്നത് നല്ലതാണ്. സ്കിൻ ഡ്രൈ ആക്കത്തില്ലെന്ന് ഇല്ലെങ്കിലും ഞാൻ അങ്ങനെ വിചാരിച്ച് ഫേസിൽ കോൾഡ് വാട്ടർ ഇട്ടാൽ എന്റെ സ്കിൻ ഡെഫിനറ്റ്ലി ഡ്രൈ ആവും. അപ്പൊ ട്രിക്കിയാണ്, നിങ്ങളുടെ സ്കിന്ന് സൂട്ട് ആവുമെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്തോ വീക്ക്ലി 1 or 2 ഡെയിലി യൂസ് ചെയ്യാനായിട്ട് നിൽക്കരുത്. പിന്നെ വാട്ടർ, പിന്നെ നമ്മൾ ഫേസ് വാഷിലോട്ട് വരുമ്പോൾ എപ്പോഴും ലൂക്വാം വാട്ടർ അതല്ലെങ്കിൽ നമ്മുടെ ടാപ്പ് വാട്ടർ ആണ് യൂസ് ചെയ്യാൻ ഏറ്റവും നല്ലത്. ബാക്കി നമ്മൾ എക്സ്ട്രീംലി ഹോട്ട് വാട്ടർ യൂസ് ചെയ്താൽ സ്കിന്നിൽ ഇറിറ്റേഷൻസ് വരും, സ്കിൻ ഡ്രൈ ആവും. സ്കിൻ ഇറിറ്റേഷൻ വരും, സ്കിൻ ഡ്രൈ ആവുമ്പോൾ സ്കിൻ ഇൻഫ്ലമേറ്റഡ് ആവും, അതായത് റെഡിഷ്നെസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വരും. അപ്പൊ നമുക്ക് വീണ്ടും ഓപ്പൺ പോസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അടുത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട എന്തെന്ന് വെച്ചാൽ ഓപ്പൺ പോസ് ഉള്ള ആൾക്കാർ ചെയ്യുന്ന ഏറ്റവും വലിയൊരു മിസ്റ്റേക്കാണ് സ്കിൻ ഡ്രൈയിങ് ആയിട്ടുള്ള DIY പ്രൊഡക്ട്സുകൾ യൂസ് ചെയ്യുക എന്നുള്ളത്. നമ്മൾ ഒരിക്കലും ഓപ്പൺ പോസോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അങ്ങനത്തെ പ്രശ്നം നമുക്ക് സ്കിന്നിൽ ഫീൽ ആവുന്നുണ്ടെങ്കിൽ മാക്സിമം DIYs അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ DIY അല്ലെങ്കിൽ സ്കിൻ ഇറിറ്റേറ്റിംഗ് പ്രൊഡക്ട്സ് ഫേസിലോട്ട് യൂസ് ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി സ്കിൻ ഇറിറ്റേറ്റഡ് ആവും. ഒബിയസ്ലി സ്കിൻ ഇറിറ്റേറ്റഡ് ആകുമ്പോഴത്തേക്ക് സ്കിന്നിൽ നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള ബോഡി മെക്കാനിസം വഴി നമുക്ക് ഈ സ്കിൻ ഇൻഫ്ലമേഷൻ തരും. ഇൻഫ്ലമേഷൻ വെച്ചാൽ ഇപ്പോൾ പ്രൊട്ടക്റ്റീവ് മെക്കാനിസം പോലെ അല്ലെങ്കിൽ റെഡിഷ്നെസ് ഒക്കെ നമുക്ക് സ്കിന്നിലോട്ട് വരും, സ്കിൻ ഡ്രൈയിങ് ആവും. ഈ ഡ്രൈയിങ് ഒക്കെ കാരണം നമുക്ക് ഓപ്പൺ പോസ് വരാനുള്ള ചാൻസ്, ഓപ്പൺ പോസിന്റെ അപ്പിയറൻസ് വീണ്ടും കൂടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഓപ്പൺ പോസിന്റെ അപ്പിയറൻസ് കുറയാനായിട്ട് ഏറ്റവും നല്ലത് സ്കിൻ ടൈറ്റ് ആയിട്ടിരിക്കുമ്പോഴാണ്. അതായത് സാക്കിനെസ് ഒന്നും ഇല്ലാണ്ട് സ്കിൻ ടൈറ്റ് ആയിട്ടിരിക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു ഓപ്പൺ പോസിന്റെ അപ്പിയറൻസ് കുറഞ്ഞതായിട്ട് ഫീൽ ആവുന്നത്. ലൂസ് ആയിട്ട് ഇരിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഡെഫിനറ്റ്ലി പോസിന്റെ അപ്പിയറൻസ് കാണാൻ പറ്റും. ബലൂൺ വാങ്ങിക്കുമ്പോൾ അതിനകത്ത് ഇങ്ങനെ എന്താ പറയുക കളർഫുൾ ആയിട്ടുള്ള പല പല കളേഴ്സ് അതിനകത്ത് ഉണ്ടാവില്ല. അപ്പൊ നമ്മളിങ്ങനെ വലിക്കുമ്പോൾ ആ കളർ ഉള്ള സ്ഥലത്ത് ചെറുതായിട്ട് ആ ഒരു ഇൻഫ്ലമേഷൻ ഫീൽ ആവുമെങ്കിലും നല്ല രസമാണ്, സ്മൂത്ത് ആയിട്ട് പോകുന്നതായിട്ട് തോന്നും. പക്ഷെ നമ്മളത് വിട്ട് കഴിഞ്ഞിട്ട് നമ്മൾ തൊടുമ്പോഴത്തേക്ക് നമുക്ക് ആ പരിപരിപ്പ് നന്നായിട്ട് മനസ്സിലാവത്തില്ല. അതുപോലെയാണ് സ്കിൻ ടൈറ്റ് ആയിട്ടിരിക്കുമ്പോൾ നമുക്ക് ആ ഓപ്പൺ പോസിന്റെ ആ ഒരു അപ്പിയറൻസ് നമുക്ക് ഫീൽ ആവത്തില്ല. സ്കിൻ ലൂസ് ആകുമ്പോഴത്തേക്ക് അപ്പിയറൻസ് നന്നായിട്ട് ഫീൽ ആവും. അതാണ് നമ്മൾ ഏറ്റവും ഏജ്ഡ് സ്കിന്നിലും കാണാൻ പോകുന്നത്. കാരണം സ്കിൻ ഏജ് ആകുമ്പോഴത്തേക്ക് നമുക്ക് സ്കിൻ സാഗി ആവും, ലൂസ് ആവും, കൊളാജൻ പ്രൊഡക്ഷൻ കുറയും. അപ്പോഴത്തേക്ക് നമുക്ക് ഓപ്പൺ പോസിന്റെ അപ്പിയറൻസ് ഡെഫിനറ്റ്ലി കൂടാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ടാണ് ഏജ് കൂടുമ്പോൾ ചില ആൾക്കാർക്ക് പോസിന്റെ അപ്പിയറൻസ് കൂടുതലായിട്ട് കാണുന്നത്. കാരണം നമ്മുടെ സ്കിൻ ലൂസ് ആവും പോസിന്റെ അപ്പിയറൻസ് കൂടും. അടുത്തൊരു റീസൺ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആക്നെ
അതായത് വൈറ്റ് ഹെഡ്സ് ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഓപ്പൺ പോസിന്റെ അപ്പിയറൻസ് ഡെഫിനറ്റ്ലി വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ സാലിസിലിക് ആസിഡ് വർക്ക് ചെയ്യുന്നത്. അതിന്റെ കൂടെ വർക്ക് ചെയ്യുന്ന വേറൊരു ആളാണ് റെറ്റിനോൾ അല്ലെങ്കിൽ റെറ്റിനൈൽ പാൽമറ്റേറ്റ്. എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ റെറ്റിനോൾ അല്ലെങ്കിൽ റെറ്റിനൈൽ പാൽമറ്റേറ്റ് ഒക്കെ നമ്മുടെ സ്കിന്നിൽ കൊളാജന്റെ പ്രൊഡക്ഷൻ കൂട്ടും. ഇതെല്ലാം വിറ്റാമിൻ എ രണ്ടറി വരുന്ന സാധനങ്ങളാണ്. അപ്പൊ നമ്മുടെ കൊളാജന്റെ അളവ് കൂട്ടുന്നത് കാരണം നമ്മുടെ സ്കിൻ ഒന്നുകൂടെ ടൈറ്റ് ആവുമ്പോൾ നന്നായിട്ട് സ്കിൻ ടൈറ്റ് ആയിട്ടിരിക്കുമ്പോഴത്തേക്ക് ഡെഫിനറ്റ്ലി നമുക്ക് പോസിന്റെ അപ്പിയറൻസ് കുറയ്ക്കാൻ പറ്റും. പക്ഷേ വീക്കിലി വൺസോ ടോയ്സോ മാത്രം ഈ റെറ്റിനോൾ നമ്മൾ യൂസ് ചെയ്താൽ മതി. മാത്രമല്ല നൈറ്റിൽ വേണം ഇത് യൂസ് ചെയ്യാൻ. നെക്സ്റ്റ് ടൈം മസ്റ്റ് ആയിട്ട് സൺസ്ക്രീൻ യൂസ് ചെയ്യുകയും വേണം. ബ്രസ്റ്റ് ഫീഡിങ്ങോ അതല്ലെങ്കിൽ ലാക്ടേറ്റിങ്ങോ അതല്ലെങ്കിൽ പ്രഗ്നന്റോ ആണെങ്കിൽ ഈ രണ്ട് സാധനങ്ങളും അവോയ്ഡ് ചെയ്യാനും ശ്രദ്ധിക്കാം. അതിന് പകരം നമുക്ക് ബക്കച്ചോള് പോലുള്ള ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ അത് ആന്റി ഏജിങ്ങിനെ ഈ റെറ്റിനോളിൽ ആന്റി ഏജിങ് ഫാക്ടറിന് ബക്കച്ചോളിൽ നിൽക്കുന്നത് ഓപ്പൺ പോസ് മാറ്റാനായിട്ട് ബക്കച്ചോള് കംപ്ലീറ്റ്ലി ഹെൽപ്പ് ചെയ്യാറില്ല എന്നാണ് ഇതുവരെ ഉള്ളത്. ഇൻ ഫ്യൂച്ചറിൽ മാറുമെന്ന് എനിക്ക് അറിയത്തില്ല, കാരണം ബെക്കച്ചോളിനെ പറ്റിയുള്ള പഠിത്തങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മുടെ സൺസ്ക്രീൻ. എന്തുകൊണ്ടെന്നാലും നമ്മുടെ സ്കിന്നിനെ നേരത്തെ പറഞ്ഞു ഇവർ പെട്ടെന്ന് ഏജ് ആവുന്നത് പ്രിമച്വർ ഏജിങ്, പിന്നെ നമ്മുടെ സ്കിൻ ഉണ്ടാവുന്ന മോസ്റ്റ് മെജോറിറ്റി ഓഫ് പ്രോബ്ലംസിന് കാരണം സൺ ഡാമേജ് ആണ്. ആ സൺ ഡാമേജിനെ പ്രിവെന്റ് ചെയ്യാൻ സൺസ്ക്രീൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു SPF 30 ആൻഡ് എബോ ഉള്ള സൺസ്ക്രീൻ, വാട്ടർ റെസിസ്റ്റൻസ്, പിന്നെ PA4+ ഉള്ളത് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. എല്ലാ ദിവസവും വീക്കിലി അങ്ങനെയൊന്നുമില്ല, രാവിലെ സൂര്യൻ ഉദിച്ചിട്ടുണ്ടെങ്കിൽ മസ്റ്റായിട്ട് സൺസ്ക്രീൻ ഫോളോ അപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾ ഒരുപാട് നേരം പുറത്ത് ടൈം സ്പെൻഡ് ചെയ്യുകയാണെങ്കിലും റീ അപ്ലിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റെറ്റിനോളോ അല്ലെങ്കിൽ റെറ്റിനൈൽ പാൽമറ്റേറ്റോ ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ സൺസ്ക്രീൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം സൺസ്ക്രീൻ യൂസ് ചെയ്യാൻ നിങ്ങൾ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ്. മാത്രമല്ല ചില സമയത്ത് റെറ്റിനോൾ നമ്മുടെ സ്കിന്നിന് ഫോട്ടോ സെൻസിറ്റീവ് ആകും. കാരണം നമ്മുടെ സ്കിന്നിന്റെ സൈക്കിൾ ഒന്ന് കൂട്ടുകയാണല്ലോ റെറ്റിനോൾ അല്ലെങ്കിൽ റെറ്റിനൈൽ പാൽമറ്റേറ്റ് അല്ലെങ്കിൽ റെറ്റിനാലിറ്റി ഒക്കെ ചെയ്യുന്നത്. അപ്പം ന്യൂ സ്കിൻ വന്നുകൊണ്ടിരിക്കുക. അപ്പൊ ഈ ന്യൂ സ്കിൻ പെട്ടെന്ന് സൺ കാരണം ഡാമേജ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് സൺസ്ക്രീൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് റെറ്റിനോൾ യൂസ് ചെയ്യുമ്പോഴത്തേക്ക്. പിന്നെ നമുക്ക് വേറൊരു സാധനം കൂടെ യൂസ് ചെയ്യാം ആന്റി ഏജിങ്ങിന്, അതാണ് വിറ്റാമിൻ സി. പക്ഷെ ഓപ്പൺ പോസ് ഡയറക്റ്റ്ലി വിറ്റാമിൻ സി ഹെൽപ്പ് ചെയ്യുമെന്ന് വെച്ചാൽ പക്ഷെ സൺ ഡാമേജിൽ നിന്ന് സ്കിന്നെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് വിറ്റാമിൻ സി ഹെൽപ്പ് ചെയ്യും. പക്ഷെ നിങ്ങൾക്ക് എക്സീവായിട്ട് മോക്കുരു ഉണ്ടെങ്കിലോ പിന്നെ നല്ല രീതിയിൽ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഒക്കെ ഉണ്ടെങ്കിൽ ഒരിക്കലും വിറ്റാമിൻ സി നമ്മൾ യൂസ് ചെയ്യാനായിട്ട് പാടില്ല. അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ എന്ന് വെച്ചാൽ ഓപ്പൺ പോസിനുള്ളത് നിങ്ങൾ പ്രോപ്പറായിട്ട് എക്സ്ഫോളിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. കാര്യം എന്തെന്ന് വെച്ചാൽ നമ്മൾ പ്രോപ്പറായിട്ട് എക്സ്ഫോളിയേറ്റ് ചെയ്യും, നമ്മൾ ഡെഡ് സ്കിൻ റിമൂവ് ആകുമ്പോൾ സ്കിന്നിലെ ഡൾനെസ് മാറും. അതുപോലെ തന്നെ ആ ഒരു ഡ്രൈനെസ് ഒക്കെ ഒന്ന് മാറിയിട്ട് നമ്മൾ കുറച്ചുകൂടെ ബേബി സ്കിന് പുറത്തോട്ട് വരും. അപ്പൊ അത് കാരണം പോസിന്റെ അപ്പിയറൻസ് കുറയ്ക്കാനായിട്ട് പറ്റും. പക്ഷെ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് എക്സ്ഫോളിയേഷൻ നടത്താൻ പറ്റുന്നില്ല, നിങ്ങൾ ഈവൻ നിങ്ങൾ മാർക്കറ്റിലുള്ള പല ഹോംലി ചെയ്യുന്ന എക്സ്ഫോളിയേഷൻ ചെയ്താലും നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഡെർമറ്റോളജിസ്റ്റ് കാണുക. ഇനി എക്സ്ഫോളിയേഷൻ അവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കെമിക്കൽ എക്സ്ഫോളിയേഷൻ ആണ്. BHA അല്ലെങ്കിൽ BHA പോലെയുള്ള ആസിഡ്സ് കൊണ്ട് ഫേസിൽ യൂസ് ചെയ്യുന്ന എക്സ്ഫോളിയേഷൻ, അല്ലാണ്ട് സ്ക്രബുകളല്ല. സ്ക്രബ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ സ്കിൻ വീണ്ടും ഡ്രൈ ആവും. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രോപ്പറായിട്ടല്ല സ്ക്രബിനകത്തുള്ള ഗ്രാന്യൂൾസ് ഉള്ളതെങ്കിൽ ഡെഫിനറ്റ്ലി സ്കിൻ ഡ്രൈ ആവും. സ്കിൻ ഡ്രൈ ആവുകയാണെങ്കിൽ ഓപ്പൺ പോസിന്റെ അപ്പിയറൻസ് കൂടാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ടീനേജിന്റെ സമയത്ത് നമ്മൾ ഓപ്പൺ പോസ് മാറ്റാനായിട്ട് യൂസ് ചെയ്യുന്ന സ്ക്രബുകൾ നമ്മൾ ഒരു രീതിയിലും ഹെൽപ്പ് ചെയ്യാത്തത്. ലീവിങ് എക്സാമ്പിൾ ആണ് ഞാൻ. ഇനി AHA എന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ ഗ്ലൈക്കോളിക് ആസിഡ്, ലാക്ടിക് ആസിഡ്, മെന്റലിക് ആസിഡ് പോലെയുള്ളതാണ് AHA. പിന്നെ BHA എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞ സാലിസിലിക് ആസിഡ് ആണ്. BHA എന്ന് വെച്ചാൽ പോളിഹൈഡ്രോക്സി ആസിഡ് ആണ്. ഇതൊക്കെയാണ് നമ്മൾ പ്രോപ്പറായിട്ട് എക്സ്ഫോളിയേഷന് വേണ്ടി യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഓയിലി സ്കിൻ ആണെങ്കിൽ നിങ്ങൾക്ക് സാലിസിലിക് ആസിഡ് സിറംസ് വീക്കിലി വൺസോ ടോയ്സോ നൈറ്റ് യൂസ് ചെയ്യും. അതല്ല നിങ്ങളൊരു ഡ്രൈ നോർമൽ സ്കിൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഗ്ലൈക്കോളിക് ആസിഡ് ട്രൈ ചെയ്ത് വെക്കാം. അതല്ല നിങ്ങൾക്ക് കുറച്ച് സെൻസിറ്റീവ് അല്ലെങ്കിൽ പ്രഗ്നൻസി സേഫ് ആയിട്ടുള്ള എന്തെങ്കിലും വേണമെങ്കിൽ നിങ്ങൾക്ക് ജെന്റിൽ ആയിട്ടുള്ള ലാക്ടിക് ആസിഡ് ട്രൈ ചെയ്യാം. അല്ല ഡെയിലി സെൻസിറ്റീവ് സ്കിൻകാർക്ക് എക്സ്ഫോളിയേറ്റ് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് PHAs യൂസ് ചെയ്യാം. AHAs, BHAs അല്ലെങ്കിൽ PHA ഒക്കെ യൂസ് ചെയ്യുന്ന ദിവസങ്ങളിൽ മാക്സിമം റെറ്റിനോൾസ് സിറംസ് അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. ഞാൻ ഈ പറയുന്നതെല്ലാം എക്സ്ഫോളിയേറ്റിംഗ് സിറത്തിന്റെ കാര്യമാണ്. നിങ്ങൾക്ക് റെറ്റിനോൾ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ സാലിസിലിക് ആസിഡ് ഫേസ് വാഷ് യൂസ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. നിങ്ങൾക്ക് പക്ഷേ എക്സ്ഫോളിയേഷൻ പ്രോപ്പറായിട്ട് നിങ്ങളുടെ ബേസിൽ നടക്കണില്ല എന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കണ്ടു കഴിഞ്ഞാൽ അവര് നിങ്ങൾക്ക്
പ്രോപ്പർ ആയിട്ടുള്ള എക്സ്ഫോളിയേഷൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ടും പറഞ്ഞ ഓപ്പൺ പോസിനെ പറ്റിയിട്ട്, എന്തുകൊണ്ട് ഓപ്പൺ പോസ് ഉണ്ടാവുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് മൂന്ന് ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാണ്, എന്തൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓപ്പൺ പോസിന്റെ അപ്പിയറൻസ് കുറയ്ക്കുക എന്നുള്ളതിനെ പറ്റിയിട്ടാണ്. ഇനി നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് ഓപ്പൺ പോസ് റൊട്ടീൻ വേണമെങ്കിൽ, ഓപ്പൺ പോസ് മാറ്റാനുള്ള പ്രോപ്പർ ആയിട്ടുള്ള റൊട്ടീൻ വേണമെങ്കിൽ കമന്റ് ബോക്സിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റൊട്ടീൻ ആയിട്ട് തന്നെ ചെയ്യാം, ഒരു കുഴപ്പമില്ല. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇത് റിലേറ്റ് ചെയ്തിട്ട് ഓപ്പൺ പോസ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്കിൻ ആൻഡ് ഹെയർ റിലേറ്റ് ചെയ്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിച്ചാൽ നമുക്ക് ട്യൂസ്ഡേക്ക് വേണ്ടി തീർക്കാം. ഇതുപോലത്തെ സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ വീഡിയോ ആയിട്ട് ട്യൂസ്ഡേ, തേഴ്സ്ഡേ, സൺഡേസിലാണ് ഞാൻ വരുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് ഇറ്റ്സ് ലക്ഷ്മി സൈനിങ് ഓഫ്.